നമ്മുടെ കയ്യിലൊരു സൂത്രമുണ്ട്. അതെന്നാന്നറിയാമോ? പുഞ്ചിരി. സ്മൈൽ. 5 അക്ഷരമേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ പവറുണ്ടല്ലോ, ഭയങ്കര പവറാണ്. നമ്മളെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ഒരു സാധനമാണ് പുഞ്ചിരി. എപ്പോഴും പുഞ്ചിരിച്ച് നടക്കണതൊക്കെ അവരുടെ മനസ്സിൽ ഒരുമാതിരിപ്പെട്ട ടെൻഷനൊന്നും ബാധിക്കുകയില്ല, ഇല്ലേ? അതുപോലെ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പുഞ്ചിരിക്ക് സാധിക്കും കേട്ടോ. ഹാർട്ട് അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ പുഞ്ചിരി, ചിരി യോഗ എന്നും പറഞ്ഞൊരു സംഭവമൊക്കെ ഇപ്പം ഇല്ലേ? മനുഷ്യൻ ഏതൊരു സിനിമയിൽ കൽപ്പന ചേച്ചിയൊക്കെ ആ യോഗയ്ക്കൊക്കെ പോകുന്ന ഒരു സിനിമയൊക്കെ ഇല്ലേ? അപ്പോൾ ചിരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായ ഒത്തിരി പോസിറ്റീവ് തരുന്ന ഒരു സംഭവമാണ് മനസ്സിന്. അതേപോലെ സൗന്ദര്യത്തിന് നമ്മൾ മേക്കപ്പൊക്കെ ചെയ്തിട്ടൊന്ന് ചിരിച്ചു നോക്കിക്കേ, നല്ല ഭംഗിയല്ലേ? നമ്മുടെ സൗന്ദര്യം ഒന്നോടെ കൂട്ടും നമ്മുടെ പുഞ്ചിരിയും കൂടെ ഉണ്ടെങ്കിൽ. പിന്നെ പുഞ്ചിരിക്ക് ഭാഷകളില്ലല്ലോ. ഏത് രാജ്യത്ത് ചെന്നാലും നമുക്ക് ചിരിച്ചാൽ അവർക്ക് മനസ്സിലാവും, ഇല്ലേ? അപ്പം ഭാഷയ്ക്ക് അതീതമാണ് ചിരി. ചിരിക്കുന്ന മുഖത്തെ ഒരാളോട് കാണുമ്പോൾ നമുക്ക് അവരോട് സംസാരിക്കാനൊക്കെ തോന്നില്ലേ? അല്ലാണ്ട് ഗൗരവം പിടിച്ച് നിൽക്കണവരെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ അവരോട് മിണ്ടാനൊന്നും തോന്നുന്നില്ലല്ലോ. അപ്പം ചിരിക്ക് എന്തെല്ലാം എന്നാ പറയുക ഇതാവുള്ളേ, അല്ലേ? മത്സരങ്ങളുണ്ട്, പുഞ്ചിരി മത്സരങ്ങളുണ്ട്. അതേപോലെ ചിരിക്കുന്നവരുടെയൊക്കെ ഒരു പ്രത്യേകത, അവർ ശാന്ത സ്വഭാവക്കാരായിരിക്കും മിക്കവാറും തന്നെ. അല്ലാണ്ട് ദേഷ്യപ്പെട്ട് എപ്പോഴും എന്താ പറയുക ഒരു ധാർഷ്ട്യഭാവമൊന്നും ഇല്ലാത്തവരായിരിക്കും അധികവും പുഞ്ചിരിക്കുന്നവർ, അല്ലേ? അപ്പോൾ പുഞ്ചിരിക്കുന്നവരുടെ അടുത്ത് നിന്ന് കഴിയുമ്പോൾ നമുക്കൊരു പുഞ്ചിരി പോലെ, ഇതൊരു പകർച്ചവ്യാധി പോലെയാണ്. ഒരാളങ്ങ് ചിരി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും ചിരിക്കാനുള്ള കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ തുടർച്ചയായിട്ട് ചിരി ഇങ്ങനെ നീണ്ടുപോകുന്നത് നമുക്ക് കാണാൻ പറ്റും, അല്ലേ? അപ്പോൾ ചിരി ഒരു നല്ല മരുന്നും കൂടെയാണ്. എന്നാന്ന് പറയണേ, അതിന് ജാതിയോ മതമോ അങ്ങനെ ഒന്നുമില്ലാത്തൊരു സാധനമാണ് ചിരി. ചിരിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഒത്തിരി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. അത് നമ്മുടെ ബ്രെയിനിനെയും ഹാർട്ടിനും ഒക്കെ ബ്ലഡ് സർക്കുലേഷനും ഒക്കെ കാരണമാകും. ചിരിക്കുമ്പോഴൊക്കെ നമ്മുടെ മുഖത്തുള്ള മസിലുകൾക്കൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഈ മുഖം ഇങ്ങനെ വലിഞ്ഞിച്ചിരിക്കുന്നതൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. പൊട്ടിച്ചിരി ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത്, പൊട്ടിച്ചിരിക്കാൻ സാഹചര്യം ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ പുഞ്ചിരിക്കുന്നതും നല്ലതാണ്. അപ്പോൾ നമുക്ക് പുഞ്ചിരി ശീലിക്കാം, അല്ലേ? എല്ലാവരോടും ഒന്ന് ചിരിച്ചോണ്ട് നടന്നു നോക്കി. ഒരു 21 ദിവസം നമ്മൾ പുഞ്ചിരിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കതൊരു ശീലമായി തീരും. ചിരിക്കുന്നവരുടെ മുഖത്തിനൊരു പ്രത്യേക ചൈതന്യമല്ലേ ഉള്ളത്. അപ്പം എല്ലാവരും ചിരിക്കാൻ ശീലിക്കുക. ചിരി ഒരു നല്ല മരുന്നാണ്. ചിരി ആരോഗ്യത്തിന് നല്ലതാണ്, എന്താ പറയുക, സൗന്ദര്യത്തിന് നല്ലതാണ്. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ശീലമാക്കി നോക്കി നമ്മുടെ ജീവിതത്തിലൊരു മാറ്റങ്ങളുണ്ടാകട്ടെന്നേ. എന്നും നമ്മൾ ടെൻഷൻ അടിച്ച് ഈ വലിഞ്ഞു മുറുകിയിരിക്കണ്ടെന്നേ, നമുക്ക് സന്തോഷിക്കാം. ഈ കൊച്ചു ജീവിതത്തിൽ സന്തോഷമുള്ള മുഖം കാണുമ്പോഴല്ലേ ഒരു രസം, അല്ലേ? സന്തോഷമുള്ളവരുടെ അടുത്ത് പോയിരിക്കുമ്പോൾ, നമുക്ക് തമാശ പറയുന്നവരുടെ അടുത്തൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ചിരിക്കുമ്പോൾ നമുക്ക് എന്താ, നമ്മുടെ ഈ കവിളൊക്കെ കഴിക്കണ രീതിയിൽ നമ്മൾ ചില സമയം ചിരിക്കാറില്ല. വല്ല കോമഡിയൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ ഇരുന്ന് കഴിക്കും. അതുപോലെ രസസ്ഥ ഉണ്ടാകുന്ന ചിരിയൊക്കെ ഇല്ലേ, അത് ഈ മസിലിനൊക്കെ ഭയങ്കര റിലാക്സ് ചെയ്യുന്ന സാധനമാണ് ചിരി. മസിലൊക്കെ നന്നായിട്ട് ഇത് വരും ചിരിക്ക്. അപ്പം ആരോഗ്യത്തിന് ഏറ്റവും നല്ല ഒരു കാരണമാണ് ചിരിയെന്ന് നമ്മൾ മനസ്സിലായില്ലേ? അപ്പം നിസ്സാരക്കാരനല്ല ചിരി. അപ്പം നമ്മൾ ചിരി ഒരു ശീലമാക്കുക, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരിക. അപ്പം എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പം സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ എല്ലാവരും.